ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി റിമാൻഡിലായിരിക്കുകയാണ്. ചെന്താമര റിമാൻഡിലെന്ന ഏറ്റവും പുതിയ വിവരമാണ് കോടതി പരിസരത്ത് നിന്ന് ലഭ്യമാകുന്നത്. 14 ദിവസത്തേക്കാണ് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ചെന്താമരയെ റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവെടുത്തിരിക്കുന്നത്. ജഡ്ജ് എ ഇന്ദ്രചൂഡനാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റുമെന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പുതിയ വിവരമാണ് ലഭിക്കുന്നത്. കോടതി പരിസരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോടതിയിലേക്ക് അടക്കം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ചെന്താമരയ്ക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. സംഘർഷ സാധ്യത അടക്കം പോലീസ് മുൻനിർത്തി സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം, നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമര റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നടക്കാനുള്ളത് കൃത്യമായിട്ടുള്ള തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളാണ്. സച്ചിൻ ചേരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. സച്ചിൻ, ഏറ്റവും പുതിയ വിവരം കോടതിയിൽ ലഭിക്കുന്നത് പ്രതി റിമാൻഡിലായിരിക്കുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിയെ 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റും. അതായത് പോലീസ് കസ്റ്റഡി തിങ്കളാഴ്ചയോടുകൂടെ ആവശ്യപ്പെടുമെന്നാണ് ഡിവൈഎസ്പി മധുസൂദനൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രതിയെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ്. കോടതിയിൽ നിന്നും കോടതി നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത മാസം 12-ാം തീയതി വരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡാണ് ഇപ്പോൾ ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. ജഡ്ജി മധുസൂദനാണ് ഇപ്പോൾ റിമാൻഡ് കാലാവധി വിധിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് അകം തന്നെ പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം ഈ പ്രതിയെ കാണാൻ വേണ്ടി രോഷാകുലരായി കോടതി പരിസരത്തും എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായി ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആലത്തൂർ സബ് ജയിലിലേക്കാണ് പ്രതിയെ മാറ്റുക. തിങ്കളാഴ്ചയോടുകൂടെ പോലീസ് കസ്റ്റഡി തിങ്കളാഴ്ചയാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ സമീപിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ കൊടും ക്രൂരനായ കുറ്റവാളി ചെന്താമരനെ 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് പ്രതി റിമാൻഡിലായിരിക്കുന്നത്. ഈ തിങ്കളാഴ്ചയോട് കൂടി തന്നെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടും. അതിനുശേഷമാകും കൃത്യമായ ചോദ്യം ചെയ്യലടക്കം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം നീങ്ങുക. 14 ദിവസത്തേക്ക് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കോടതി പരിസരത്ത് പ്രേക്ഷകർ കാണുന്നത്.